എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ നഗറ്റ്സ് ആണ്. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നഗറ്റ്സ് തയ്യാറാക്കാൻ വേണ്ടി 300 ഗ്രാം എല്ലില്ലാത്ത ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ഒരു മീഡിയം സൈസ് ജാറിലേക്ക് ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കാം. മിക്കവാറുമുള്ള ഷോപ്പുകളിൽ ഫ്രോസൺ ആയിട്ടുള്ള നഗറ്റ്സ് വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. അത് വളരെ പ്ലെയിൻ ആയിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ഫ്ലേവർ ചേർത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു 300 ഗ്രാം ചിക്കനിലേക്ക് ഒരു 3 പീസ് ബ്രെഡ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് അതുപോലെ ഫ്ലേവർ ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള നഗറ്റ്സ് ആണ് ഇഷ്ടമെങ്കിൽ ഈ ഒരു ബ്രെഡും ചിക്കനും അതുപോലെ കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്ത് ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർക്കാം. സോയ സോസ് കൂടി ചേർക്കുമ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 1/2 ടീസ്പൂൺ സോയ സോസ്. ഒരുപാട് ഒഴിക്കേണ്ട, വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കാം. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ടിയായിട്ട് തന്നെ ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കാം. പൊടികളൊന്നും ചേർക്കാതെ നമ്മൾ പ്ലെയിൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അരച്ചെടുക്കുമ്പോൾ നല്ല വൈറ്റ് കളറായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒലിവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ, വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ കുഴച്ച് നല്ലതുപോലെ സോഫ്റ്റാക്കി എടുക്കുക. സോഫ്റ്റായി ഒരു വലിയ ബോളാക്കിയതിന് ശേഷം കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ പരന്ന ഏതെങ്കിലും ഒരു പ്രതലത്തിൽ വെച്ച് ഇതുപോലെ നല്ലതുപോലെ പരത്തിയെടുക്കുക. ഒരുപാട് തിക്നെസ് ഇല്ലാതെ തന്നെ പരത്തിയെടുക്കുന്നതാണ് നല്ലത്. ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് ഉള്ളിലുള്ള ചിക്കൻ കറക്റ്റായി വെന്ത് കിട്ടാൻ ഒരുപാട് കനമില്ലാത്തതാണ് നല്ലത്. എന്ന് വെച്ച് ഒട്ടും കനമില്ലാതെ വളരെ തിന്നായിട്ട് പരത്തിയെടുക്കരുത്. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇപ്പോൾ മുഴുവനായിട്ട് ഓരോന്നായി സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ നല്ലതുപോലെ ഒന്ന് സെറ്റാവാൻ വെക്കണം. ഇതുപോലെ സെറ്റായതിന് ശേഷം മാത്രം ഓരോന്നായിട്ട് എടുക്കാം. അരമണിക്കൂറിന് ശേഷം ഫ്രീസറിൽ വെച്ച് ഞാൻ സെറ്റാക്കിയിട്ടുള്ളതാണ്. നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലും കൂടുതൽ തിക്നെസ് എടുക്കരുത്. ഇതിലും കുറവ് തിക്നെസ്സാണ് നല്ലത്. ഇനി ഇത് സാധാരണ പോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പാലൊഴിക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഉള്ളിൽ വെച്ച ഫില്ലിങ്ങിന് ഉപ്പുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ചൊരു പിഞ്ച് ഉപ്പ് മാത്രം ചേർക്കുക. ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കൂടെ ബ്രെഡ് ക്രംസ് കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസിൽ മുക്കിയാണ് നഗറ്റ്സ് സാധാരണ പൊരിച്ചെടുക്കുന്നത്. ആദ്യം മുട്ടയുടെ ബാറ്ററിൽ മുക്കിയതിന് ശേഷം പിന്നീട് ബ്രെഡ് ക്രംസിൽ മുക്കി കോട്ട് ചെയ്തിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ളത് കോട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. മുങ്ങിക്കിടക്കാൻ പാകത്തിന് പൊരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഇത് മുഴുവനായിട്ട് ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല. ഒരു 7-8 മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്കിത് നല്ലതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ബോക്സിലാക്കിയതിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും. ആവശ്യത്തിന് മാത്രം എടുത്ത് പൊരിച്ചെടുത്താൽ മതിയാവും. ഒരു പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഇത് പൊരിച്ചെടുക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറം ഭാഗം കരിഞ്ഞു പോവുകയും അകത്തുള്ള ചിക്കൻ വെന്ത് കിട്ടാതെ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ കുറച്ചധികം ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ തന്നെ ഈ ഒരു സ്നാക്ക് കിട്ടും. പിന്നെ ഇത് ഒരുപാട് സമയം എടുക്കില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ കീപ്പ് ചെയ്യുക. ഒട്ടും തീ കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് ഇത് പൊരിച്ചെടുക്കരുത്. അങ്ങനെ ആയാലും സ്നാക്ക് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 1-2 മിനിറ്റിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 മിനിറ്റിൽ തന്നെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ടാവും.
2-3 മിനിറ്റിന് ശേഷം പുറം ഭാഗമൊക്കെ നല്ലൊരു കളറായി വരുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കറക്റ്റ് ആയിട്ടുണ്ടെന്ന്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഉൾഭാഗം വെന്ത് കിട്ടത്തുമില്ല. അപ്പോൾ അത് നോക്കി മാത്രം ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അകത്തെല്ലാം കറക്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തിന്നായിട്ട് പരത്തിയെടുക്കാവുന്നതാണ്. കുറച്ചുകൂടി തിന്നായിട്ട് പരത്തിയാൽ കുറച്ചുകൂടി കട്ടി കുറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. പൊതുവേ നഗറ്റ്സ് കട്ടി കുറവായിരിക്കും പുറത്തുനിന്നൊക്കെ നമ്മൾക്ക് കിട്ടുന്നത്. അതുപോലെ അകത്ത് നല്ല വൈറ്റ് ആയിട്ടായിരിക്കും. നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽ റിട്ടേൺ റെസിപ്പീസ് സൈറ്റിലുണ്ട്, അതുകൂടി ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.